ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ RRB NTPC എക്സാം 133 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. നമുക്കറിയാം നമ്മുടെ NTPC എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് മാത്സും 30 ക്വസ്റ്റ്യൻസ് റീസണിങ്ങും 40 ക്വസ്റ്റ്യൻസ് ആണ് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ 133 ഷിഫ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ പ്രയോറിറ്റി ഏത് ടോപ്പിക്കിന് കൂടുതൽ പ്രയോറിറ്റി നൽകണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അത്തരത്തിലൊരു കാര്യം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളെ സഹായിക്കും. അതായത് ഒരു ഷിഫ്റ്റിൽ ചോദിച്ച 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Which of the following countries is not a member of BIMSTEC? അപ്പോൾ ബിംസ്റ്റെക്കിൽ മെമ്പർ അല്ലാത്ത രാജ്യം ഏതാണ്? ഓക്കെ, ബിംസ്റ്റെക്കിൽ മെമ്പർ അല്ലാത്ത രാജ്യം ഏതാണ്? അപ്പോൾ ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. ഓക്കെ, ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്താണ്? ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ Bay of Bengal Initiative for Multi-Sectoral, Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation. Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation എന്നാണ് ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിംസ്റ്റെക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം അല്ലേ? ഡെഫിനറ്റ്ലി വേണം. ബിംസ്റ്റെക്കിൽ ആഡ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭൂട്ടാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, നമ്മുടെ ഇന്ത്യ, ഓക്കെ, മ്യാൻമാർ, നേപ്പാള്, ശ്രീലങ്ക, തായ്ലൻഡ്. ഓക്കെ, അപ്പോൾ ഈ ബിംസ്റ്റെക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ, ബിംസ്റ്റെക്കിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ അറിഞ്ഞാലേ ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റൂ അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബിംസ്റ്റെക്കിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കൊടുക്കുക: ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ട് വരുന്നു. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ബിംസ്റ്റെക്കിൽ ഇൻക്ലൂഡ് ആവാത്ത രാജ്യം ഏതാണ്? ഇന്ത്യ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് മാലദ്വീപ്സ് ആണ്. ആൻസർ എന്താണ്? ആൻസർ മാലദ്വീപ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞ ഇത്രയാണ്. ബിംസ്റ്റെക് എന്ന് പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. ഈ ബിംസ്റ്റെക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് അറിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ മാലദ്വീപ്സ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് സുകന്യ സമൃദ്ധി യോജന? ആ സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്. ഓക്കെ, സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്. ഓക്കെ, സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്. ഓക്കെ, സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്. അതിനെയാണ് എന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്, അതിനെ എന്ത് പറയുന്നു? സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നു. അപ്പൊ ഈ സുകന്യ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്ത വർഷം, ഓക്കെ, സുകന്യ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്ത വർഷം എത്രയാണ്? 2015 സുകന്യ സമൃദ്ധി യോജന പ്രകാരം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ്. മിനിമം എമൗണ്ട് എത്രയാണ്? 250 റുപ്പീസ് ആണ്. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലാക്ക് ആണ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഈ സുകന്യ സമൃദ്ധി യോജന പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 250. അതുപോലെ മാക്സിമം എമൗണ്ട് എത്രയാണ്? 1.5 ലാക്ക്. ഇത് നമ്മുടെ SSCയുടെ ഒരു എക്സാമിന് ഈ മിനിമം എമൗണ്ട് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, സുകന്യ സമൃദ്ധി യോജന അല്ലേ. അപ്പൊ സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഗേൾ ചൈൽഡ്. സുകന്യ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 2015 ഈ സുകന്യ സമൃദ്ധി യോജന പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 250, മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയുമാണ്, 1.5 lakh ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, which of the following state is not a member of Seven Sisters states of North East India? അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 7 സിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആവാത്ത സ്റ്റേറ്റ് ഏതാണ്? അപ്പോൾ 7 സിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയ രാജ്യങ്ങൾ ഏതൊക്കെയാ, 7 സിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂര്, ത്രിപുര. ഓക്കെ, അപ്പൊ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര ഈ 7 സ്റ്റേറ്റുകളാണ് 7 സിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നിങ്ങൾ എപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകളും എവിടെയാണെന്ന് പ്രോപ്പർലി മാപ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇന്ത്യയുടെ ഒരു മാപ്പ് കണ്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോൾ ഞാൻ ഒരു പ്ലേസിനെ പറ്റി പറയുവാണെങ്കിൽ അപ്പം നിങ്ങളുടെ മൈൻഡിൽ ആ മാപ്പിൽ ഇന്ത്യയുടെ പ്ലേസ് എവിടെയാണെന്ന് വരണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് പഠിച്ചെത്തുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓപ്ഷൻ വൈസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഓർത്തോളുക, മാപ്പ് എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് ഇന്ത്യയുടെ മാപ്പിൽ ഓരോ സ്റ്റേറ്റുകളും എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് 7 സിസ്റ്റേഴ്സ് അല്ലേ. അപ്പൊ ഈ 7 സിസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ ആൻഡ് ത്രിപുര. സോ ആഡ് ആവാത്ത സ്റ്റേറ്റ് ഏതാണ്, അത് സിക്കിമാണ്. ഓക്കെ, 7 സിസ്റ്റേഴ്സിൽ ആഡ് ആവാത്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഇയർ വാസ് ദി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ? ഇത് എവിടേക്കോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് സ്ട്രാറ്റജിക്കായിട്ട് തന്നെ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ഷിഫ്റ്റ് വൈസ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ പെട്ടെന്ന് പറയേണ്ടത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് അപ്പം ആൻസർ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം വന്നിട്ടുണ്ടാവും. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 1986. ഓക്കെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് 1986. നിങ്ങൾക്ക് അറിയാം എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നാണ്, അത് 1981 പറഞ്ഞു തന്നിട്ടില്ലല്ലേ. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആണെങ്കിൽ 1981 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആണെങ്കിൽ അതെന്തുമാണ്, 1974 ഓക്കെ, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആണെങ്കിൽ 1981 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആണെങ്കിൽ എന്തുമാണ്, 1974 ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയത്, അത് 1986 മറക്കണ്ട. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, between which two cities does the India's first semi high speed train Vande Bharat Express run? അപ്പോൾ ഏത് 2 സിറ്റികൾക്കിടയിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് റൺ ചെയ്തത്? ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ന്യൂഡൽഹി ആൻഡ് വാരണാസി. ഓക്കെ, അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൺ ചെയ്തത് ഏതൊക്കെ 2 പ്ലേസസിനിടയിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വാരണാസി ആൻഡ് ന്യൂഡൽഹി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a multi-barrel rocket system developed by DRDO? DRDO ഡെവലപ്പ് ചെയ്ത മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം ഇതിലേതാണ്? പിനാക്കയാണ് കേട്ടോ. ഓക്കെ, പിനാക്കയാണ്. അപ്പോൾ DRDO ഡെവലപ്പ് ചെയ്ത മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം ഏതാണ്? പിനാക്കയാണ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1958. ഓക്കെ, DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ് 1958. DRDO ഡെവലപ്പ് ചെയ്ത മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പിനാക്കയാണ്. ഏതാണ്? പിനാക്ക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് who has honored with 55th ജ്ഞാനപീഠ അവാർഡ് for the year 2019? അപ്പോൾ 55ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് അത് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ റീസെന്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ എത്രാമത്തെ ജ്ഞാനപീഠമാണ്? 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് കേട്ടോ.
അപ്പൊ 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ ആയിരുന്നു? ഉറുദു പോയിറ്റ് ആയിട്ടുള്ള ഗുൽസാറിനും സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ കേട്ടോ, ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഓക്കെ, അപ്പൊ ഗുൽസാറിനും ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കുമാണ് 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് 2024 ലഭിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളുക, ചിലപ്പോൾ എത്രാമത്തെ ജ്ഞാനപീഠ അവാർഡ് ആണെന്ന് ക്വസ്റ്റ്യൻ വരും. എത്രാമത്തെയാണ്? 58ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ്. അപ്പൊ 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കാണ്? ഗുൽസാറിനും അതുപോലെ തന്നെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഉറുദു പോയിറ്റ് ആയിട്ടുള്ള ഗുൽസാറിനും സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കുമാണ് 2024 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഗുൽസാറിനും ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് ദി ഫേമസ് സാൾട്ട് മാർച്ച് ഫ്രം സബർമതി ടു ദണ്ഡി ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് ഈസ് ദണ്ഡി. അപ്പൊ സാൾട്ട് മാർച്ച് അല്ലേ, സാൾട്ട് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാ? സബർമതിയിൽ നിന്ന് ദണ്ഡിയിലോട്ടാണ്. ഈ ദണ്ഡി ഗുജറാത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ റെയിൽവേയുടെ എക്സാമിന് ഇത്തരത്തിൽ കുറച്ച് ഡെപ്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക. ദണ്ഡി ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലെ നവസാരി ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ദണ്ഡി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ നവസാരി ഡിസ്ട്രിക്റ്റിലാണെന്ന് മറക്കാതെ ഓർത്തോളുക. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാസസ് കണക്ട് ശ്രീനഗർ ആൻഡ് ലേ? ശ്രീനഗറിനെയും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ഏതാണ്? ശ്രീനഗറിനെയും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ് ഇത് സോജില പാസ്. ഓക്കെ, ശ്രീനഗറിനെയും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ആണ് ഇത് സോജില പാസ്. നമ്മുടെ ബാരാലിച്ല പാസ് ഇല്ലേ, ബാരാലിച്ല പാസ് നമ്മുടെ ശ്രീനഗറിനെയും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സോജില പാസ്. ലേയും മണാലിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബാരാലിച്ല പാസ്. ഓക്കെ, ലേയും അതുപോലെ തന്നെ മണാലിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ബാരാലിച്ല പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഈസ് നോട്ട് എ പെർമനന്റ് മെമ്പർ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്? അപ്പൊ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർ അല്ലാത്ത രാജ്യം ഏതാണ്? അപ്പൊ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 15 പേരാണ്. ഇതിൽ 5 പേരെന്ന് പറയുന്നത് പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, 5 പേരെന്ന് പറയുന്നതിൽ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ആ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാൻസർ ചൈന. അതിനാൻസർ ഏതൊക്കെയാണ്? പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാൻസർ ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. ഓക്കെ, അപ്പൊ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടൽ 15 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 5 ആണ്, 5 പേരാണ് എന്ന് പറയുന്നത് പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന 5 രാജ്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചോളുക. എന്നാൽ മാത്രമേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റൂ. ഇവിടെ ആൻസർ ഏതാണ്? കാനഡയാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ കാനഡയാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് മെമ്പർ അല്ലാത്തത് ആരാണ്? ഏത് രാജ്യമാണ്? കാനഡയാണ്. ഓക്കെ, നമ്മുടെ 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following continents is the Gobi Desert located? അപ്പൊ ഗോബി ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏത് കോണ്ടിനെന്റിലാ? നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിലാണ് അല്ലെ. ഗോബി ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് കോണ്ടിനെന്റിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following is in the list of Maharatna Central Public Sector Enterprises? അപ്പൊ മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ വരുന്നത് ഏതാണ്? നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? കോൾ ഇന്ത്യ ലിമിറ്റഡ്. മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ വരുന്ന എന്താണ്? കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഉബുണ്ടു. അപ്പോൾ നമുക്കറിയാലോ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് അറിയാലോ നമ്മുടെ എക്സാമിന്. അതിനകത്തൊരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഒരു 15 to 18 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ളവയാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റാനായിട്ട് പാടില്ല. ഓക്കെ, അത് എല്ലാവരും കറക്റ്റ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റാക്കിയാൽ നമ്മുടെ മാർക്ക് വീണ്ടും കുറയും. എല്ലാവരും കറക്റ്റ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുക, പ്ലസ് കുറച്ചുകൂടി അഡീഷണൽ മാർക്ക് നമുക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ അതാണ് GK പഠനത്തിൽ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബുണ്ടു ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബുണ്ടു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. With which two banks were merged with Bank of Baroda with effect from 1st April 2019. അപ്പോൾ 2019 ബാങ്ക് ഓഫ് ബറോഡയുടെ കൂടെ മെർജ് ചെയ്ത ബാങ്കുകൾ ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ കൂടെ മെർജ് ചെയ്ത ബാങ്ക് ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ കൂടെ മെർജ് ചെയ്ത ബാങ്ക് ഏതൊക്കെയാണ്? വിജയ ബാങ്കും അതുപോലെ തന്നെ ദേന ബാങ്കുമാണ്. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഇസ് കോൾഡ് ഇസ് ബ്രെയിൻ. ബ്രെയിൻ എന്നറിയപ്പെടുന്ന പാർട്ട് ഏതാണ്? CPU ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. In which year did the ISRO launch the Mars Orbit Mission? അപ്പോൾ മാർസ് ഓർബിറ്റ് മിഷൻ ISRO ലോഞ്ച് ചെയ്ത് ഏത് വർഷമാണ്? മാർസ് ഓർബിറ്റ് മിഷൻ ISRO ലോഞ്ച് ചെയ്ത വർഷം 2013 ഓക്കെ, മാർസ് ഓർബിറ്റ് മിഷൻ ISRO ലോഞ്ച് ചെയ്ത ഏത് വർഷമാണ്? 2013 എന്നാണ് 2013. ഓക്കെ, അടുത്തത് in general the most appropriate average value in measuring the central tendency is എന്താണ്? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാലേ എന്താണ്? മീൻ ആണ് അല്ലേ? എന്താണ്? മീൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which unit is used for measuring the amount of substance? അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? അത് മോളാണ്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? അത് മോളാണ്. ഓക്കെ, ഇതാ നോക്കേ, ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് രാജതരംഗിണി അല്ലേ. അപ്പൊ രാജതരംഗിണി എഴുതിയതാരാണ്? കൽഹണനാണ് അല്ലേ. രാജതരംഗിണി എഴുതിയതാരാണ്? കൽഹണനാണ്. ഗീതാ ഗോവിന്ദ എഴുതിയതാരാണ്? ഗീതാ ഗോവിന്ദ എഴുതിയത് ജയദേവ. ചാന്ദ് ബർദായ് പൃഥ്വിരാജ് റാസോ. ഓക്കെ, പൃഥ്വിരാജ് റാസോ എഴുതിയതാരാണ്? ചാന്ദ് ബർദായി. കാളിദാസന്റെ കുറെ ബുക്കുകൾ അറിയാലേ, അത് മുന്നത്തെ സ്റ്റാറ്റിക് ജികെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോവർഷ്യം, കുമാരസംഭവം, രഘുവംശം, ഋതുസംഹാര, ഇതെല്ലാം ആരുടേതാണ്? കാളിദാസൻ്റെതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോലെ. ബുദ്ധചരിത. ബുദ്ധചരിത എഴുതിയത് ആരാണ്? ബുദ്ധനെ എഴുതിയത് അശ്വഘോഷ. ബുദ്ധനെ എഴുതിയത് ആരാണ്? അശ്വഘോഷ. അഷ്ടധ്യായി എഴുതിയത് ആരാണ്? പാണിനിയാണ്. അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണ്? അർദ്ധശാസ്ത്ര എഴുതിയത് കൗടില്യനാണ് കേട്ടോ. അർദ്ധശാസ്ത്ര എഴുതിയതാരാണ്? അർദ്ധശാസ്ത്ര എഴുതിയത് കൗടില്യ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് രാജതരംഗിണി എഴുതിയത് കൽഹണ, ചാന്ദ് ബർദായി എഴുതിയതാണ് പൃഥ്വിരാജ് റാസോ, ജയദേവൻ എഴുതിയതാണ് ഗീതാ ഗോവിന്ദം, ബുദ്ധചരിത എഴുതിയത് അശ്വഘോഷ, അഷ്ടധ്യായി എഴുതിയത് പാണിനി, അർദ്ധശാസ്ത്ര എഴുതാരാണ്? കൗടില്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാട്ടചിത്ര സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ആർട്സ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? പാട്ടചിത്ര പെയിന്റിങ് ഏത് സ്റ്റേറ്റ് ആണ്? ഇതും പെയിന്റിങ്ങുകളും കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ പാട്ടചിത്ര പെയിന്റിംഗ് ഏത് സ്റ്റേറ്റ് ആണ്? അത് ഒഡീഷയാണ്. ഓക്കെ, ഓർക്കുക, പാട്ടചിത്ര പെയിന്റിങ്ങിന് കൂടെ തന്നെ ഒഡീഷയിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പേരാണ് സൗറ പെയിന്റിംഗ്. ഓക്കെ, പാട്ടചിത്ര പെയിന്റിങ്ങും സൗറ പെയിന്റിങ്ങും എവിടെയാണ്? ഒഡീഷയിലാണ്. ചിക്കൻകാരി പെയിന്റിങ്.
ഓക്കെ, പാട്ടചിത്ര പെയിന്റിംഗ് സൗറ പെയിന്റിംഗ് എവിടെയാണ്? ഒഡീഷയിലാണ്. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ലക്നൌവിലാണ്. കലംകാരി പെയിന്റിംഗ്, ഓക്കെ, ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണ്? ലക്നൌവിലാണ്. കലംകാരി പെയിന്റിംഗ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലക്നൌവിൽ. കലംകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസറോ ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, ദെൻ എപ്പോഴും ചോദിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ, മധുബനി പെയിന്റിംഗ് അല്ലേ? മധുബനി പെയിന്റിംഗ് ഇസ് ഓൾസോ നോൺ ആസ് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മധുബനി പെയിന്റിംഗ് ഇസ് ഓൾസോ നോൺ ആസ് മിഥില പെയിന്റിംഗ്. മധുബനി പെയിന്റിംഗ് എവിടെയാണ്? ബീഹാറിലാണ്. ഫുൽക്കാരി പെയിന്റിംഗ്, ഓക്കെ, ഫുൽക്കാരി PSUL ആണ്. ഫുൽക്കാരി പെയിന്റിംഗ്, ഫുൽക്കാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പഞ്ചാബിലാണ്. ദെൻ കഴിഞ്ഞില്ല, കജാലി പെയിന്റിംഗ്, അതുപോലെ തന്നെ ഫാഡ് പെയിന്റിംഗ്. ഓക്കെ, കജാലി പെയിന്റിംഗും ഫാഡ് പെയിന്റിംഗും എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, കജാലി പെയിന്റിംഗും ഫാഡ് പെയിന്റിംഗും എവിടെയാണ്? രാജസ്ഥാനിലാണ്. കസൂട്ടി പെയിന്റിംഗ്, കസൂട്ടി പെയിന്റിംഗ് എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക. പാട്ടചിത്ര പെയിന്റിംഗും സൗറ പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷ. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നൗ. കലംകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്. മധുബനി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ. ഫുൽക്കാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്. കജാലി പെയിന്റിംഗും ഫാഡ് പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ. കസൂട്ടി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അതിന് ആൻസർ കർണാടക. ഓക്കെ, കസൂട്ടി പെയിന്റിംഗ് എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, അടുത്തത് വിച്ച് സിഖ് ഗുരു എസ്റ്റാബ്ലിഷ്ഡ് കൽസാ പന്ത് അല്ലേ? ഇതും ഞാൻ ഒരുപാട് തവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു. അപ്പൊ കൽസാ പന്ത് ഡിസ്കവർ ചെയ്ത ആരാണ്? കൽസാ പന്ത് ഡിസ്കവർ ചെയ്യുന്നത് ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഡിസ്കവർ ചെയ്ത വർഷം 1699 സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസാ പന്ത്. ആ കൽസാ പന്ത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ് 1699. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഇവന്റിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോ കൽസാ പന്ത് ഗുരു ഗോബിന്ദ് സിംഗ് ഫോം ചെയ്യുന്ന വർഷം എന്നാണ് 1699. ഒരു 100 വർഷം കൂടി ആഡ് ചെയ്താൽ എന്തായിട്ട് മാറി? 1799 ആയിട്ട് മാറി. ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്യുന്ന പീരീഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്യുന്ന പീരീഡ് എന്നാണ് 1799. അപ്പൊ ഒരുമിച്ച് ഓർത്തിരുന്നോ, 1699 കൽസാ പന്ത് ഗുരു ഗോബിന്ദ് സിംഗ് ഫോം ചെയ്യുന്നു. സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസാ പന്ത്. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒപ്പം ഓർക്കേണ്ട മറ്റൊരു കാര്യം, 100 വർഷം കൂടി ആഡ് ചെയ്താൽ 1799 ആയിട്ട് മാറുന്നു. എന്ത് പ്രത്യേകത? ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്യുന്ന പീരീഡ് എന്നാണ് 1799. ഓക്കെ, which of the following monument is not located in Delhi? അപ്പൊ ഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്യാത്ത മോണുമെന്റ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അലൈ ദർവാസ, ബുലന്ദ് ദർവാസ, ഇന്ത്യ ഗേറ്റ്, ഹുമയൂൺസ് ടോംബ്. ഹുമയൂൺസ് ടോംബ് ഡൽഹിയിൽ, ഇന്ത്യ ഗേറ്റ് ഡൽഹിയിൽ. അലൈ ദർവാസ, കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആണ് അലൈ ദർവാസ. കുത്തബ് മിനാർ ബിൽഡ് ചെയ്യുന്നത് കുത്തബുദ്ദീൻ ഐബക്കും, കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷും, 5th സ്റ്റോറി അല്ലെങ്കിൽ കുത്തബ് മിനാർ റീബിൽഡ് ചെയ്യുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കുമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം. ആ കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള അലൈ ദർവാസ ബിൽഡ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള അലൈ ദർവാസ ബിൽഡ് ചെയ്യുന്ന ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പം അലൈ ദർവാസ കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റാ. കുത്തബ് മിനാർ ഡൽഹിയിലാണെന്ന് അറിയാം. സോ അലൈ ദർവാസയും ഡൽഹിയിലാണ്. സോ ഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്യാത്ത ഏതാണ്? ബുലന്ദ് ദർവാസ. നമ്മുടെ ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ബുലന്ദ് ദർവാസ ആര് ബിൽഡ് ചെയ്യുന്നു? അക്ബർ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്യുന്ന ആരാണ്? അക്ബർ. ഓക്കെ, ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ബുലന്ദ് ദർവാസ അക്ബർ ബിൽഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ഡൽഹിയിൽ അല്ലാത്ത ഏതാണ്? ബുലന്ദ് ദർവാസ. എവിടെയാണ്? ഉത്തർപ്രദേശിൽ. ഓക്കെ, കുറേയൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following disease is caused by a virus? ഒരു വൈറസ് ഡിസീസ് ഇതിൽ ഏതാണ്?
ഏതാണ്? ചിക്കൻ ബോക്സ് ആണ് അല്ലേ. ബാക്കി എല്ലാം ബാക്ടീരിയ ഡിസീസ് അല്ലേ. ചിക്കൻ ബോക്സ് എന്താണ്? വൈറസ് ഡിസീസ് ആണ്. ചിക്കൻ ബോക്സ് സ്പ്രെഡ് ചെയ്യുന്ന വൈറസ് ഏതാണ്? അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഏതാണ്? ഏത് വൈറസ് ആണ്? വാരിസെല്ല വൈറസ്. ചിക്കൻ ബോക്സ് ഏത് വൈറസ് ആണ്? വാരിസെല്ല വൈറസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In the domain name of computers and the internet, what is the full form of URL? Uniform Resource Locator എന്നാണ്. ഓക്കെ, URL ന്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, URL ന്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. നമ്മുടെ PDF ന്റെ ഫുൾ ഫോം എന്താ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് കേട്ടോ. PDF ന്റെ ഫുൾ ഫോം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഓക്കെ, PDF ന്റെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ URL ന്റെ ഫുൾ ഫോം ഇങ്ങനത്തെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഫുൾ ഫോമുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം സെറികൾച്ചർ ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ സെറികൾച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിൽക്ക് ഫാമിംഗ് ഇല്ലേ. സെറികൾച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിൽക്ക് ഫാമിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറികൾച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിൽക്ക് ഫാമിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഡാഷ് ഷോസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഏതാണ്? ലൈക്കൺ ആണ് അല്ലേ. ലൈക്കൺ ആണ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഏതാണ്? ലൈക്കൺ ആണ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. ഓക്കെ, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടൊക്കെ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ലൈക്കണിനെ യൂസ് ചെയ്യണമെന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് പ്രോപ്പർലി, അതായത് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, ഈ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ പഠിക്കുമ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ആവും. ഇത് നമ്മൾ പറഞ്ഞു തരുന്നതിനേക്കാട്ടി കൂടുതൽ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് വൈസ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നെയിം ദ തീം ഡിക്ലെയർഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഫോർ ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ 2020. 2020 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2023 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്തായിരുന്നു? 2023 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ 2023 തീം എന്തായിരുന്നു? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. 2024 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്തായിരുന്നു? ലാൻഡ് റീസ്റ്റോറേഷൻ. ഓക്കെ, ലാൻഡ് റീസ്റ്റോറേഷൻ. ഓക്കെ, അപ്പോൾ ലാൻഡ് റീസ്റ്റോറേഷൻ, desertification and also drought resilience. Okay, and drought resilience. ഓക്കെ, അപ്പോൾ 2023 ആണെങ്കിൽ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നും 2024 ആകുമ്പോൾ ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലൻസ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക? അത് ഓർത്തിരിക്കുക. എപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ GK ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ, അപ്പം റെഗുലറായിട്ട് നടത്തുന്ന അവാർഡുകളോ അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് ലേറ്റസ്റ്റ് കിട്ടിയത് ആർക്കാണെന്ന് കൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് പ്രാർത്ഥനാ സമാജ്? പ്രാർത്ഥനാ സമാജിന്റെ ഫൗണ്ടർ ആരാണ്?
പ്രാർത്ഥനാ സമാജിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. ഓക്കെ, പ്രാർത്ഥനാ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. അപ്പൊ പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 1867. പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. ഏത് വർഷം? 1867. ദെൻ ആര്യ സമാജ്. ഓക്കെ, ആര്യ സമാജ് ആരാണ്? ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആര്യ സമാജ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജ് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875. ബ്രഹ്മ സമാജ് ഏതാണ്? ബ്രഹ്മ സമാജ്. ബ്രഹ്മസമാജ് 1828. ബ്രഹ്മസമാജ് ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജ് 1867. ആര്യ സമാജ് ആണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി 1875. ബ്രഹ്മസമാജ് ആണെങ്കിൽ രാജാറാം മോഹൻ റോയ് 1828. ഓക്കെ, through which of the following medium medium can sound not travel? അപ്പൊ സൗണ്ടിന് മീഡിയം ആവശ്യമാണല്ലോ. സൗണ്ട് ട്രാവൽ ചെയ്യാത്ത എന്തിലൂടെയാണ്? വാക്കത്തിലൂടെ. ഓക്കെ, in which city was the Khelo India Youth Games 2020 held? അപ്പൊ നമ്മൾ Khelo India Youth Games 2024 നടന്ന എവിടെയാണെന്ന് നോക്കാം. Khelo India Youth Games 2024 നടന്നത് എവിടെയാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ, Khelo India Youth Games 2024 നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ലോകസഭ? ഓക്കെ, എത്രയാണ്? ആംഗ്ലോ ഇന്ത്യൻസിനെ എടുത്തു കളഞ്ഞതോടുകൂടി എത്രയാണ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്? 550. എത്രയാണ്? 550. ഓക്കെ, in which year was the second battle of Panipat fought between Akbar and Hemu? അപ്പോൾ അക്ബർ ഹെമുവും തമ്മിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷമാണ്? അത് 1556ലാണ്. ഓക്കെ, നമ്മുടെ 1526ലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. 1576ലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. 1761ലാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ, ഫസ്റ്റ് ആണെങ്കിൽ 1526, സെക്കൻഡ് ആണെങ്കിൽ 1576, 1761ലാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ, in which state is the കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലൊക്കേറ്റഡ്? അപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. താരാപൂർ അറിയാലോ. താരാപൂർ എവിടെയാണ്? താരാപൂർ മഹാരാഷ്ട്രയാണ്. ഓക്കെ, നറോറ എവിടെയാണ്? നറോറ ഉത്തർപ്രദേശിലാണ്. 1 സെക്കൻഡ്. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്രയിലും നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലും. നമുക്ക് 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who among the following was the youngest president of India? ഇത് ആ ടൈമിൽ 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആ ടൈമിൽ ആരായിരുന്നു? നീലം സജീവ് റെഡ്ഡി. പക്ഷെ നമ്മുടെ ദ്രൗപദി മുർമു വന്നതോടുകൂടി യങ്ങസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഓക്കെ, നമ്മുടെ ദ്രൗപദി മുർമു വന്നതോടുകൂടി യങ്ങസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. ഓക്കെ ആണല്ലോ. ഓക്കെ, with which of the following two countries of South America are landlocked? അപ്പോൾ സൗത്ത് അമേരിക്കയിലെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പരഗ്വയും ബൊളീവിയയാണ്. ഓക്കെ, സൗത്ത് അമേരിക്കയിലെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള 2 കൺട്രീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പരഗ്വയും ബൊളീവിയയാണ്. ഓക്കെ, അടുത്തത് where is the Central Potato Research Institute located? അപ്പോൾ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഷിംലയിലാണ്. ഓക്കെ, സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംലയിലാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള കട്ടക്കിലാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കട്ടക്കിലാണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംലയിലാണ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലും പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംലയിലുമാണെന്ന് പറഞ്ഞു. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഏതാണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എന്താണ് ആൻസർ? ലക്നൌവിലാണ്.
ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേട്ടോ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ടീ ബോർഡ് ഓഫ് ഇന്ത്യ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ടീ ബോർഡ് ഓഫ് ഇന്ത്യ എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇനി കോഫി ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, കോഫി ബോർഡ് ഓഫ് ഇന്ത്യ, കോഫി ബോർഡ് ഓഫ് ഇന്ത്യ എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂര്, ബംഗളൂരു. എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഓർക്കാലോ, സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എവിടെയാണ്? ഷിംലയിൽ. റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കട്ടക്കിൽ. ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ലക്നൌവിൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ടീ ബോർഡ് ഓഫ് ഇന്ത്യയും കൊൽക്കത്തയിൽ. കോഫി ബോർഡ് ഓഫ് ഇന്ത്യ എവിടെയാണ്? ബാംഗ്ലൂർ. ഓക്കെ, അടുത്തത് വെയർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ ഹേഗ്, നെതർലൻഡ് ആണ്. എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്. ഓക്കെ, അടുത്തത് ഹൂ സെഡ് ദാറ്റ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ആരാണ് പറഞ്ഞത്? ബാലഗംഗാധര തിലക്. ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദി ലോങ്സ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ? അപ്പൊ ലോങ്സ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്ത്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 7500 കിലോമീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ശബരിമല ടെമ്പിൾ ലൊക്കേറ്റഡ്? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഷിഫ്റ്റിൽ കിട്ടിയാൽ വളരെ വേഗത്തിൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേസമയം നമുക്ക് അറിയാത്തൊരു ടെമ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. ശബരിമല ടെമ്പിൾ നമ്മുടെ ഷിഫ്റ്റിൽ കിട്ടിയെങ്കിൽ നമുക്കത് നമ്മുടെ കിട്ടുന്ന ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ശബരിമല ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മൾ നമ്മുടെ NTPCക്ക് ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഷിഫ്റ്റ് വൈസ് ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.